കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മിഴി തുറന്നു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തു. അതിജീവിതയ്ക്കൊപ്പമാണ് കേരളമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പലസ്തീൻ ജനതയുടെ പ്രതിരോധവും ചരിത്രവും അടയാളപ്പെടുത്തിയ പലസ്തീൻ 36 ആണ് IFFKയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചത്. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാരും കേരളവും എന്ന പ്രഖ്യാപനത്തോടെയാണ് മന്ത്രി സജി ചെറിയാൻ 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അവൾക്കൊപ്പമാണ് എന്നും സംസ്ഥാന സർക്കാർ. 26ാം ചലച്ചിത്രമേളയിൽ കുർദിഷ് സംവിധായിക ലിസ ചാലിന് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിക്കുന്ന വേദിയിലും IFFK അതിന്റെ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ചിരുന്നുവെന്നും അതിൽ നിന്ന് ഒരു മാറ്റവും ഇന്നുണ്ടായിട്ടില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആദ്യ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിക്കുന്ന വേദിയും IFFKയുടെ അതിൻ്റെ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ആക്രമണത്തിൽ 2 കാലുകളും നഷ്ടമായിട്ടും പോരാട്ടം നിർത്താതെ തുടരുന്ന ലിസ ചലാൻ്റെ കൂടെ അന്ന് ഈ വേദിയിൽ തലയുയർത്തി നിന്നത് പോരാട്ടത്തിൻ്റെ പ്രതീകമായ മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട നടി ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രചോദനകരമായ മാതൃകയായാണ് മലയാളത്തിൻ്റെ പ്രിയ നടിയെ IFFK കാണുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് ശക്തമായ അടിവരയിടുകയായിരുന്നു അന്ന് ആ വേദി. ഇന്ന് വീണ്ടും ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു, അവരുടെ അസാന്നിധ്യത്തിൽ അവൾക്കൊപ്പമാണ് കേരള ഗവൺമെൻറ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലിയൻ സംവിധായകൻ പാബ്ലോ ലാറോ മുഖ്യാതിഥിയായ ചടങ്ങിൽ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള M. അബു ഷാവേഷ്, ജർമ്മൻ അംബാസിഡർ ഡോക്ടർ ഫിലിപ്പ് അക്കർമേൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിന് സമ്മാനിച്ചു. She made her debut with Heaven in 2018, which also focused on the Black lived experience. She is the co-founder of Make Ripples, a non-profit organization dedicated to accessible activism, racial justice and empowering communities through storytelling. 16 തിയേറ്ററുകളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങൾ 26 വിഭാഗങ്ങളിലായാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.